വീണയ്ക്കെതിരെ അന്വേഷണം കടുപ്പിച്ച് ഇ.ഡി. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയ്ക്കെതിരെ അന്വേഷണം കടുപ്പിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. വിദേശത്ത് പണം അയച്ചതിൽ ഫെമ ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്നാണ് അന്വേഷിക്കുന്നത്. വീണയുടെ ഡയറിയിൽ 85 ലക്ഷം ദുബായിലേക്ക് അയച്ചു എന്ന് കുറിച്ചിരുന്നു. പണം എങ്ങനെ ആർക്ക് അയച്ചു എന്നാണ് അന്വേഷിക്കുന്നത്. ഹവാല ഇടപാടുകൾക്ക് വേണ്ടിയാണോ വ്യാജ സിം ഉപയോഗിച്ചതെന്നും ഇ.ഡി. സംശയിക്കുന്നു. വീണയിൽ നിന്നും പിടിച്ചെടുത്ത കയ്യെഴുത്ത് കണക്കിലാണ് വിദേശ ഇടപാടുകൾ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇത് വിദേശ നാണ്യ വിനിമയ ചട്ടത്തിന്റെ ലംഘനമാണോ എന്നാണ് അന്വേഷിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഇ.ഡിയുടെ അന്വേഷണം ദുബായിലേക്കും വ്യാപിച്ചിട്ടുണ്ട്. ഹവാല ഇടപാട് സംശയത്തിന്റെ സാഹചര്യത്തിൽ പരിശോധനകൾ ഊർജിതമാക്കി. പുതിയ കണ്ടെത്തലുകളുടെ പശ്ചാത്തലത്തിൽ വീണയെ അടുത്ത ആഴ്ച ഇ.ഡി വീണ്ടും ചോദ്യം ചെയ്തേക്കും. വീണ ഉപയോഗിച്ച സിം കാർഡിന്റെ ഉടമയെ ഇ.ഡി കണ്ടെത്തിയിട്ടുണ്ട്. കോഴിക്കോട്ടെ ഡിവൈഎഫ്ഐ നേതാവ് നന്ദുലാലിന്റെ പേരിലാണ് സിം എടുത്തത്. മുഹമ്മദ് റിയാസും വീണയും ആവശ്യപ്പെട്ട അനുസരിച്ചാണ് സിം എടുത്തു നൽകിയതെന്ന് നന്ദുലാൽ പറഞ്ഞു. മുഹമ്മദ് റിയാസ് അടുത്ത സുഹൃത്താണ്. വീണയെയും പരിചയമുണ്ട്. അവർ എന്താവശ്യത്തിനാണ് ഉപയോഗിച്ചതെന്ന് അറിയില്ലെന്നും നന്ദുലാൽ ഇ.ഡിക്ക് മൊഴി നൽകിയിട്ടുണ്ട്. 2024 മുതൽ നന്ദുലാലിന്റെ പേരുള്ള സിം വീണ ഉപയോഗിച്ചു എന്ന് ഇ.ഡി കണ്ടെത്തി. ഇത് ഹവാല ഇടപാടിനുള്ള ആശയവിനിമയത്തിന് ഉപയോഗിച്ചു എന്നാണ് ഇ.ഡി സംശയിക്കുന്നത്. നന്ദുലാലിന്റെ പേരിലുള്ള സിം വൈഫൈ റൂട്ടറിലാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് ഇ.ഡി വ്യക്തമാക്കുന്നു. ഇന്റർനെറ്റ് കോളുകൾക്കാണ് ഇത് ഉപയോഗിച്ചത്. മുഹമ്മദ് റിയാസ് ടൂറിസം മന്ത്രിയായിരിക്കെ ഡിവൈഎഫ്ഐ നേതാവായ നന്ദുലാൽ DTPC കോഴിക്കോട് ഡെസ്റ്റിനേഷൻ മാനേജറായി പ്രവർത്തിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം നന്ദുലാലിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ സിം എടുക്കാൻ നൽകിയ രേഖകളുടെ പകർപ്പടക്കം ഇ.ഡി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്.